ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ചൂട് സമയത്തും ഇഫ്താറിൻ്റെ സമയത്തും പെരുന്നാളിനും അതുപോലെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ ജെല്ലി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഈ 2 ലെയറും വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നമ്മളിതിൽ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കാതെയാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിങ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. ഈ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നന്നായി പഴുത്ത ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് 1 കപ്പ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 2 പാക്കറ്റ് ചൈന ഗ്രാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടൊന്നും നമുക്കിതിലേക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് എത്രയാണ് എടുക്കുന്നതെന്ന് എടുക്കുന്ന സമയത്ത് പറഞ്ഞു തരാം കേട്ടോ. ഈ പൈനാപ്പിൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഈ പൈനാപ്പിളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളെടുക്കുന്ന പൈനാപ്പിൾ മധുരം കുറവാണെങ്കിൽ അപ്പോൾ പഞ്ചസാര ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ചൂടായി വരുമ്പോൾ ഈ പഞ്ചസാര മെൽറ്റായി വരും. പഞ്ചസാര മെൽറ്റായിട്ട് വന്നാൽ അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഈ പൈനാപ്പിളിൽ നിന്ന് തന്നെ വെള്ളം താനെ ഇറങ്ങി വരും. അപ്പോൾ ഈ വെള്ളം വറ്റുന്നത് വരെ ഈ പൈനാപ്പിളൊന്ന് വേവിച്ചെടുക്കുക. ഈ പൈനാപ്പിൾ ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ നിന്നും ഇറങ്ങി വന്ന വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പൈനാപ്പിൾ എത്ര പഴുത്താലും പുളി ഉണ്ടാവുമല്ലോ. അപ്പോൾ പുളിയുള്ളത് പാലിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ പാല് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പാല് പിരിഞ്ഞു പോവാതിരിക്കാനാണ് നമ്മൾ ഈ പൈനാപ്പിളിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. അതുപോലെ ചിലരൊക്കെ പറയാറുണ്ട് പൈനാപ്പിൾ പുഡിങ്ങിലേക്കും ഫ്രൂട്ട് സലാഡിലേക്കും കസ്റ്റാർഡിലേക്കൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് വരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ കയ്പ്പ് ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്കൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പൈനാപ്പിൾ ഇതുപോലെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. പൈനാപ്പിളിലെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ ഫസ്റ്റ് ലെയർ 1/2 ലിറ്റർ പാലിലാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാക്കറ്റ് പാല് ഞാനൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ എടുത്തു വെച്ച പാലിൽ നിന്ന് കുറച്ച് പാൽ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ പൈനാപ്പിൾ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. ഇപ്പം ഞാൻ ഈ പൈനാപ്പിൾ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഫസ്റ്റ് ലെയർ റെഡിയാക്കാനായിട്ട് നമ്മളിവിടെ 1/2 ലിറ്റർ പാലും 250 ഗ്രാം പൈനാപ്പിളുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് സെറ്റാക്കി എടുക്കാനായിട്ട് നമുക്കിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് ആവശ്യമുള്ളത്. നിങ്ങൾ ജെലാറ്റിനാണ് എടുക്കുന്നതെങ്കിൽ ഒരു 12 ഗ്രാമൊക്കെ എടുക്കേണ്ടി വരും. ഇനി ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കുക. സോക്കായി വന്നതിന് ശേഷം പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ പാല് ചൂടാക്കി എടുക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാല് ചൂടാക്കി എടുക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ട് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കുക. ചൈന ഗ്രാസ് മെൽറ്റായ ശേഷം പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ പാലും ചൈന ഗ്രാസും ഒരേ ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചൈന ഗ്രാസ് ഒഴിച്ച് കൊടുക്കുമ്പോൾ പാല് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് രണ്ടും ഒപ്പം അടുപ്പത്ത് വെച്ച് ചൂടാക്കണം എന്ന് പറഞ്ഞത്. ഇനി ഞാൻ ഈ പാലിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഈ മധുരം പോരട്ടാ, നമ്മളിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക.
പഞ്ചസാര നല്ലപോലെ മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് പാൽ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പാൽ പിരിഞ്ഞു പോകും. ഞാൻ ഈ കണ്ടൻസ്ഡ് മിൽക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തതാണ്. അപ്പോൾ വീട്ടിൽ എങ്ങനെയാണ് കണ്ടൻസ്ഡ് മിൽക്ക് തയ്യാറാക്കി എടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പാലും കണ്ടൻസ്ഡ് മിൽക്കും നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം അപ്പം തന്നെ ഈ ചൂടോട് കൂടിയിട്ട് ഈ ചൈന ഗ്രാസ് ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പാലും ചൈന ഗ്രാസും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ചൈന ഗ്രാസ് പാലിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത പൈനാപ്പിൾ ഈ പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പാലിലേക്ക് നമ്മളെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നാലേ നമുക്ക് പാല് പിരിഞ്ഞ് പോകാതെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പൈനാപ്പിൾ ഈ പാലിൽ നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. നമുക്ക് ഈ പാല് പിരിഞ്ഞൊന്നും പോകാതെ പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്കൊരു സ്ട്രെയിനറിലൂടെ അരിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അരിച്ചെടുക്കുമ്പോൾ പൈനാപ്പിളിൻ്റെ അരയാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കളഞ്ഞെടുക്കാൻ പറ്റും. ഇനി ഞാൻ ഇതിൽ നിന്നും കുറച്ച് ഒരു കുഞ്ഞ് ബൗളിലും കൂടി ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇനി ഇതിൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. ഇനി ഇത് ഇവിടെ ഇരുന്ന് സെറ്റായി വരുമ്പോഴേക്കും നമുക്ക് രണ്ടാമത്തെ ലെയർ ചെയ്തെടുക്കാം. സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ പൈനാപ്പിൾ ജെല്ലിയാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ട് 250 ഗ്രാം പൈനാപ്പിൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ പൈനാപ്പിൾ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക. നമുക്കിതിലേക്ക് പൈനാപ്പിളിൻ്റെ ജ്യൂസാണ് വേണ്ടത്. അതുകൊണ്ട് അരച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുക. ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൽ ജ്യൂസ് മുഴുവൻ അങ്ങോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ജ്യൂസ് മൊത്തത്തിൽ 1 കപ്പ് വെള്ളത്തിലാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ പൈനാപ്പിൾ ജെല്ലി റെഡിയാക്കി എടുക്കാനുള്ള പൈനാപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതും ചൈന ഗ്രാസ് കൊണ്ട് തന്നെയാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് 10 ഗ്രാം ചൈന ഗ്രാസ് ഉണ്ട് കേട്ടോ. ഇത് മുഴുവനായിട്ട് നമുക്കിതിലേക്ക് വേണ്ട. ഞാൻ ഈ ജെല്ലി റെഡിയാക്കി എടുക്കാനായിട്ട് ഇതിൽ നിന്നും 7 ഗ്രാം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി ഈ ചൈന ഗ്രാസിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കുക. ഇനി ഒരു പാനിലേക്ക് പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. പൈനാപ്പിൾ ജ്യൂസ് ചൂടാക്കി എടുക്കുമ്പോൾ തന്നെ അപ്പുറത്ത് അടുപ്പിൽ വെച്ചിട്ട് ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഈ ജ്യൂസിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പഞ്ചസാര ഈ ജ്യൂസിൽ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഇളക്കിയെടുക്കുക. ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റായി ജ്യൂസ് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ചൈന ഗ്രാസ് നല്ലപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചൈന ഗ്രാസിലേക്ക് നമ്മൾ ചൂടാക്കിയെടുത്ത പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടി മിക്സാക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് ഫസ്റ്റ് ലെയറിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ലെയർ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിന് മുകളിലേക്ക് പൈനാപ്പിൾ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തതാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. പൈനാപ്പിൾ ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇനി ഈ പൈനാപ്പിൾ ജെല്ലിയുടെ മിക്സ് ചെറിയ ചൂടോട് കൂടിയിട്ട് ഇതിന് മുകളിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിതിൽ നിന്നും കുറച്ച് ഈ ബൗളിലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ ഇതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. കവർ ചെയ്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ഇത് ഫ്രീസറിൽ വെക്കരുത് കേട്ടോ. ഇത് താഴെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഒരു 2 മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും ഇത് നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ജെല്ലി പുഡിംഗ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്.
കണ്ടോ, നമുക്കിത് നല്ല പോലെ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്രമാത്രം സോഫ്റ്റ് ആണെന്ന്. നമ്മളിതിൽ കളറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പൈനാപ്പിൾ നന്നായിട്ട് പഴുത്തതെടുത്തതുകൊണ്ടാണ് നമുക്കിത് നല്ല കളർഫുള്ളായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇത് നല്ല സോഫ്റ്റുമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. നമ്മളൊരു കുഞ്ഞു ബൗളിലും കൂടി ഒഴിച്ചു കൊടുത്തിരുന്നില്ലേ, അതും ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചൂട് സമയത്തും ഇഫ്താറിൻ്റെ സമയത്തും പെരുന്നാളിനും അതുപോലെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ ജെല്ലി പുഡിങ്ങാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പുഡിംഗ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.